ഓരോരോ ലേഖനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1 തിമോത്തിയോസ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ 2 തിമോത്തിയോസ് ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, അന്നത്തെ കാലത്ത് 1 തിമോത്തിയോസും 2 തിമോത്തിയോസും എഴുതിയതിൽ ഒത്തിരി വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇത് അവസാനം എഴുതിയൊരു ലേഖനമാണ്. പൗലോസിനെ വധിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് എഴുതിയ ഒരു ലേഖനമാണ്. അല്ലെങ്കിൽ ആ ജയിലിൽ അവസാനമായിട്ട് തന്നെ റോമൻ ജയിലിൽ പിടിച്ചിടുന്ന സമയത്ത് എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഏകദേശം അറൗണ്ട് AD 60, 67 ആ കാലഘട്ടം എന്നൊക്കെയാണ് തിയോളജിയൻസ് പറയുന്നത്. ഈ AD 64 തൊട്ടുള്ളൊരു കാലഘട്ടം ഏറ്റവും ക്രൂരനായ, ഈ 5 റോമൻ ചക്രവർത്തിമാരുടെ കാലത്താണല്ലോ സഭ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത്. അതിൽ AD 64 തൊട്ട് ഈ നീറോ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികളെ സിംഹത്തിന് മുമ്പിൽ ഇട്ട് കൊടുക്കുന്നതും സ്ട്രീറ്റ് ലൈറ്റായിട്ട് ടോർച്ചായിട്ട് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റായിട്ട് കത്തിക്കുന്നതും തോലിൻ്റെ അകത്ത് കെട്ടി നനച്ചിട്ട് വെയിലത്തിട്ടിട്ട് അസ്ഥികളെല്ലാം കൂടെ ചുരുക്കുന്ന, അങ്ങനെ വല്ലാത്ത ക്രൂരമേറിയ ആ ഒരു കാലഘട്ടത്തിൽ ആണ് വളരെ കഷ്ടപ്പെട്ട് വില കൊടുത്ത് പൗലോസും തിമോത്തിയോസിനോട് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് നമ്മൾ ഈ വായിച്ച അധ്യായം, നമ്മൾ അവസാനം വായിച്ച 8ാമത്തെ വാക്യം, നീയും എന്നോടുകൂടി എന്ത് ചെയ്യണം, കഷ്ടം സഹിക്കുക. ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവം പോലാണ് ഇനി അവസാനത്തെ നാളുകൾ നിൽക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം അറിയാം, ഒത്തിരി പ്രശ്നങ്ങൾ മാറാനും സൗഖ്യം കിട്ടാനും അല്ലെങ്കിൽ അത്ഭുതം കാണാനും വന്നവരും അപ്പം കഴിക്കാൻ വന്നവരും ഒക്കെ ഓടിപ്പോവും. ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ആരുമില്ല, ശിഷ്യന്മാർക്ക് പോലും അന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാഞ്ഞുകൊണ്ട് പത്രോസിന് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു ശിഷ്യനും നിൽക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് അല്ലെങ്കിൽ ആ പുതുബലം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടി ആത്മശക്തിയോട് നിൽക്കാത്ത ആരും നിലനിൽക്കാൻ പറ്റാത്ത ഈ ആയിരങ്ങൾ എന്നൊക്കെ ഞാൻ പറയുമല്ലോ. ഞാൻ പറഞ്ഞില്ല, എറണാകുളം ജില്ലയിൽ തന്നെ 5000-ൽ പരം സഭകളുണ്ട് ഈ എറണാകുളം ജില്ലയിൽ, പാസ്റ്റേഴ്സ് അസോസിയേഷൻ അനുസരിച്ച്. അത് പഴയ കണക്കാണ്, ചില വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. അപ്പോൾ എത്ര വിശ്വാസികളുണ്ട് നിങ്ങൾ കൂട്ടിക്കോ. ഈ മഹാസമൂഹമൊക്കെ ഓടിപ്പോകുന്നത് കാണാം. പിന്നെ ആര് മാത്രമേ കാണത്തുള്ളൂ, ശരിക്കും വില കൊടുത്ത് ജീവൻ നൽകി. ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടം പോലൊക്കെ ആകുക അല്ലെ ആകാൻ പോകുക. അതിനുള്ള ഭേദഗതികളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുക. ഈ ഫണ്ട്സൊക്കെ എല്ലാവരുടെയും FCNR അക്കൗണ്ട് എല്ലാ സഭകളുടെയും കട്ട് ചെയ്യും. അതൊക്കെ ദൈവത്താൽ നടക്കുന്ന നല്ല കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ഈ ഫണ്ട്സൊക്കെ കുറയുമ്പോൾ, ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാനൊരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അതിനെ സ്കൂൾ ബസ് എന്നാണ് വിളിക്കുന്നത്. നേരത്തെയും അത് പല ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ ചില സഭകൾ ചെയ്യുന്നുണ്ട്, അമേരിക്കൻ ചേർച്ചസൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു പരിപാടിയാണ്. സ്കൂൾ ബസ് വരും, ഫ്രണ്ടിൽ എല്ലാവരും ഒരുങ്ങിപ്പോവും. ഈ സ്കൂൾ ബസ് പെരുമ്പാവൂരെത്തും, സ്കൂൾ ബസ് കൊച്ചിയിലെത്തും, സ്കൂൾ ബസ് പാലാരിവട്ടത്തെത്തും. അപ്പോൾ എന്നോട് കുടുംബം പറഞ്ഞു, രാവിലെ 9 മണിക്ക് ഞങ്ങളുടെ ബസ് വരും. അപ്പം ബസ് വരുമ്പോൾ പോകും. ഈ ബസ് ഒരു ദിവസം വന്നില്ലല്ലോ. അപ്പം സഭ എന്തുവാ ചെയ്യുന്നത്, കുറേ ബസ്സുകൾ വാങ്ങിച്ചിട്ടിരിക്കുക. ആൾക്കാർ വീട്ടിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് എന്തിനാണ് അവർ ചെയ്യുന്നത്, അവർ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഓരോരോ തലയെണ്ണത്തിന്, ആളിനെ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പോൾ ഇതൊക്കെ ഓരോ ആളിനെ കൂട്ടാനുള്ള അഡ്മിനിസ്ട്രേഷൻ ഗിമിക്സ്, അതിൻ്റെ അകത്തുള്ള ആ ഒരു ചേർച്ച് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തിൽ പലരും വിദേശത്തൊക്കെ പോയി ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ കോൺഫറൻസസൊക്കെ കൂടി, സെമിനാർസൊക്കെ കൂടി, ഐഡിയാസൊക്കെ കിട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇല്ലേ. ഈ നമ്മുടെ കത്തോലിക്ക യാക്കോബ പള്ളികളിലൊക്കെ ആൾക്കാരെങ്ങനെയാണ് പോകുന്നത്, നടന്നു പോവും, സൈക്കിളുള്ളവർ സൈക്കിളിൽ പോകും, ബൈക്കുള്ളവർ ബൈക്കിൽ പോകും, കാർ ദൈവം കൊടുത്തിട്ടുണ്ട് കാറിൽ പോകും. അവരവരോട് ഇന്ധനം മുടക്കി അവർ ദൈവത്തെ ആരാധിക്കാൻ രാവിലെ കുളിച്ചൊരുങ്ങി, നമ്മളൊക്കെ 10 മണിക്ക് വരാൻ ബുദ്ധിമുട്ടുമ്പോൾ അവരെ എത്ര മണിക്ക് അവിടെ എത്തും, 6:30, 7:30 ഒക്കെയാണ് ഓരോരുത്തരുടെ കുർബാന അല്ലെങ്കിൽ അവരുടെ സർവീസ് തുടങ്ങുന്നത്. ആ സമയത്ത് അവിടെ കാണും. ഞാനും കപ്പിയാരും ഇവിടുത്തെ ഈ 3000 കുടുംബമുള്ള പാലാരിവട്ടം പള്ളിയിലെ കപ്പിയാരും ഞങ്ങൾ മേളിലും താഴെയുമായിട്ട് ഒത്തിരി നാൾ താമസിച്ചു. വലിയ സ്നേഹിതരാണ്, ഇപ്പോഴും സ്നേഹിതരാണ്. ഒരു കുടുംബം പോലെ ഞങ്ങൾ താമസിച്ചവർ, ഒന്നിച്ച് വർക്ക് ചെയ്ത്, ഒന്നിച്ച് മെയിൻ്റെനൻസൊക്കെ ചെയ്ത് വലിയ സന്തോഷത്തിലാണ്. പുള്ളിയെ ഞങ്ങൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ 3:30 ആകുമ്പോൾ പുള്ളി എഴുന്നേൽക്കും. 4 മണിയാകുമ്പോൾ പുള്ളി സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് കാണാം. നേരെ അടുത്ത് തന്നെ പള്ളിയിൽ പോയി അവിടെയുള്ള അതിരാവിലത്തെ ഒരു സർവീസുണ്ട്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും മണി അടിക്കുകയും അവിടെ പലരും വന്ന് ഒത്തിരി വിശ്വാസികൾ വോളണ്ടിയറായിട്ട് വന്നിരുന്ന് ബൈബിൾ വായിക്കുകയും ആ വായിക്കുന്നൊക്കെ സ്പീക്കറിൽ കൂടി വിടുകയും അത് കോവിഡിന് ശേഷം ഓൺലൈനായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് 6:30-ക്കും 7 മണിക്കൊക്കെ തുടങ്ങുമ്പോൾ, അപ്പോൾ അവർ പോലും സമുദായക്കാർ പോലും എത്ര ഒരുക്കത്തോടുകൂടി. ഇന്ന് ദൈവസഭകൾ പലരും ഈ സ്കൂൾ ബസ് ഫ്രണ്ടിൽ
വെറുതെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞില്ല, വളരെ വളരെ ദുരുപദേശം ഒരു സൈഡിൽ കൂടെ, ആൾക്കാരെ മടുപ്പിക്കുന്ന ആത്മാവ് ഒരു സൈഡിൽ കൂടെ, ജസ്റ്റ് ആൾക്കൂട്ടം കണ്ട് കൂടുന്ന ഒരു സൈഡിൽ കൂടെ, അത്ഭുതവും അടയാളവും അല്ലെങ്കിൽ അനുഗ്രഹവും ലക്ഷറിയും സൂപ്പർ ലക്ഷറിയും ഒക്കെ പ്രസംഗിച്ച് ആൾക്കാരെ കൂട്ടുമ്പോൾ, തിമോത്തിയോസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പഠിച്ച 1 തിമോത്തിയോസ് പഠിപ്പിച്ചപ്പോൾ മുഴുവൻ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അന്ത്യകാലം. മാത്രമല്ല ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ക്രിസ്തു പോയതിൻ്റെ AD 60 എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷമായി? അല്ലെങ്കിൽ ഇത് 1 തിമോത്തിയോസ് അതിൻ്റെ മുമ്പ് എഴുതിയതാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ദുരുപദേശം, ഭയങ്കരമായിട്ട് ലോകസ്നേഹം, ഭയങ്കരമായിട്ട് ദ്രവ്യാഗ്രഹം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയ ആ അധ്യായം മുഴുവൻ ദ്രവ്യാഗ്രഹത്തെ പറ്റിയ. പക്ഷെ നീയോ തിമോത്തിയോസേ, ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടു, അല്ലയോ തിമോത്തിയോസേ, യു ആർ എ മാൻ ഓഫ് ഗാഡ്. നീ ഒരു ദൈവപുരുഷനാ, ദൈവത്തിൻ്റെ പൈതല. നീ ഫ്ലീ ഫ്രം ദീസ് തിങ്സ്, ഓർ റൺ അവേ. അതിൽ നിന്ന് വിട്ടോടി ആ നീതിയും ഭക്തിയും വിശുദ്ധിയും ഒക്കെ അത് പിന്തുടരുക. ഒരു വലിയ ലിസ്റ്റാണ്, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഞാനിങ്ങനെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒഴുക്കിൻ്റെ എതിരെ നീന്തിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, പെന്തിക്കോസ് ട്രെൻഡെന്നോ സഭയുടെ ട്രെൻഡെന്നോ ഇപ്പോഴത്തെ ഈ മെഗാ ചേർച്ചസിൻ്റെ ട്രെൻഡെന്നോ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങെന്നോ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഓരോ സഭകൾ കാണിക്കുന്ന ഗിമിക്സെന്നോ, ആ ട്രെൻഡിൽ ഈ സഭയും പോവും, ഞാനും പോവും, നിങ്ങളും പോവും. നമ്മൾ അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഫൈറ്റ് ദ ബാറ്റിൽ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പോര് പോരാടുക എന്ന് എഴുതിയിരിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം ഞാൻ പോരാടിയില്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് തന്നൊരു കാഴ്ചപ്പാടുണ്ട്. മക്കളെ, ഈ പാസ്റ്റർ ഏറ്റുപറയാൻ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടവർ കാണും. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഏറ്റുപറയും. ആരോ പറഞ്ഞു കടം മാറും, പ്രശ്നം മാറും, സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ശരിക്കും രക്ഷിക്കപ്പെടാത്ത ആത്മാവിൽ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരു പാപബോധം വന്ന് ക്രിസ്തു വ്യക്തിപരമായിട്ട് ഇടപെടാതെ രക്ഷിക്കപ്പെട്ടെന്നും അല്ല ഏറ്റുപറഞ്ഞതും സ്നാനപ്പെട്ടതുമായിട്ടൊരു വലിയ മെജോറിറ്റി സഭകടാത്തം. അത് നിമിത്തം തന്നെ കർത്താവിനെ നാമം ദുഷിപ്പിക്കും. കാര്യം അവർക്ക് ഏത് സമയത്തും പഴയ അനുഭവത്തിലേക്ക് പോകാം, അവർക്ക് ഏത് സമയത്തും പഴയ സ്വഭാവം എടുക്കാം, പഴയ ഡയലോഗ്സ് പറയാം, മോശമായ വർത്തമാനം പറയാം, അവർക്ക് അടിയുണ്ടാക്കാം, അവർക്ക് എന്തും ചെയ്യാം, ബെല്ലും ബ്രേക്കും ഇല്ല. കാര്യം ആത്മാവിനാലല്ല നടത്തപ്പെടുന്നത്. പക്ഷെ നീയോ തിമോത്തിയോസേ, നിനക്ക് ലഭിച്ച വിശ്വാസവും കാഴ്ചപ്പാടും, ഹല്ലേലൂയ, ആ സത്യവും ആ വചനവും ആ ഉപദേശത്തിൽ നിലനിൽപ്പാൻ നീ വിശ്വാസത്തിൻ്റെ ഒരു നല്ല പോരെന്ത് ചെയ്യണം? പോരാടണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടാണ് ഇത്. എവിടെ കിടന്നായി പറയുന്നത്? ജയിലിൽ കിടന്ന്. പക്ഷേ പുള്ളി പറയുന്ന ആ സന്തോഷം ഒന്ന് നോക്കിയേ. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. നിനക്ക് കൃപയും കനിവും. ഇത്ര സമാധാനത്താലാണ് പൗലോസ് അപ്പോസ്തലൻ നിറഞ്ഞിരിക്കുന്നത്. ഈ നമുക്കറിയാം, നമ്മൾ മൂഡ് തെറ്റിയിരിക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അവരുടെ ആൾക്കാരുടെയും കൂടി മൂഡ് നമ്മൾ എന്ത് ചെയ്യും? അവരെയും കൂടി നമ്മൾ പിരിയിളക്കി വിടും. അങ്ങനെയല്ലേ മനുഷ്യൻ? സത്യമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പ്രാക്ടിക്കൽ. ഞാനും കൗൺസിലിംഗ് നിൽക്കുന്ന ആൾ. നമ്മൾ ഒരു ഞാൻ ചില സമയത്തൊക്കെ ഞാനും വളരെ എന്തെങ്കിലുമൊക്കെ പല വിഷയങ്ങളല്ലേ, പലരുടെ വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ട് പിന്നെ അവസാനം വരുന്ന കൗൺസിലിങ്ങിന് വരുന്ന ആളോടൊക്കെ ഞാൻ തന്നെ ചോദിക്കുന്നു, ശരിക്കും എന്തിനാണ് വന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടാണോ? കാര്യം ശരിക്കും കൗൺസിലേഴ്സായാലും ഞങ്ങൾ പഠിച്ചതനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വളരെ അവരെ മണിക്കൂറുകളിരുന്ന് കേട്ട് ശാന്തമായി പറഞ്ഞ് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ വല്ലാതെ ആദ്യമുള്ള ആൾക്കാരുടെയൊക്കെ വിഷമം കേട്ട് അവരെ ഉപദേശിച്ച് നമ്മുടെ ക്ഷമയൊക്കെ നശിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്നവരോട് ചിലപ്പം അത്രയും ക്ഷമയോടുകൂടി ഒന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. അവർ നമുക്കിങ്ങോട്ട് ക്ലാസ് എടുക്കും. അവരോട് ചോദിച്ചു പോയിട്ടുണ്ട്, ഹൂ നീഡ്സ് ഹെൽപ്പ്? നിനക്കാണോ ഹെൽപ്പ് വേണ്ടത്? എനിക്കാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് പറയുന്നത് കേൾക്കുന്നൊക്കെ ക്ഷമ ദശയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പേരൊന്നുമല്ല. നമുക്ക് അതുപോലെ കൃപയിലും സമാധാനത്തിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്കും നമുക്ക് എന്ത് പകരാൻ പറ്റുന്നത്? കൃപയും. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇപ്പം കിടക്കുന്നത് എവിടെ? റോമിലെ പിന്നെയും തന്നെ പിടിച്ചിടുക. ഇത് പല പ്രാവശ്യം ഇട്ടു. ജയിൽ എപ്പിസൽസ് എന്ന് പറയുന്ന ഫിലിപ്പിയ ലേഖനം, അല്ല എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ആ ലേഖനങ്ങളൊക്കെ, ഫിലമോൻ, ആ ലേഖനങ്ങളൊക്കെ എഴുതിയ പ്രിസൺ എപ്പിസൽസ് എന്ന് പറയുന്ന ആ ജയിലിൽ കിടന്ന് എഴുതിയ ലേഖനങ്ങളൊക്കെ കഴിഞ്ഞ് താൻ പിന്നെയും ഇറങ്ങി.
ഇത് പിന്നെയും തന്നെ പിടിച്ച് ജയിലിട്ടിരിക്കുക. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ മനുഷ്യൻ അല്ലെ ചക്രവർത്തി അല്ല ആരാധിക്കേണ്ടത്. അവരൊക്കെ വെറും മനുഷ്യരാ. അവർക്ക് നിങ്ങൾക്കൊരു ഗുണവും ചെയ്യാൻ കഴിയത്തില്ല, ദോഷവും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നിൻ്റെ ജീവൻ നൽകുവാനും നിൻ്റെ ജീവൻ എടുക്കുവാനും നിൻ്റെ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും കൊന്ന് നരകത്തിലിടുവാൻ അധികാരമുള്ളവരെ വേണം ആരാധിക്കാൻ എന്ന് പറയുമ്പോഴാണ്, സത്യം അങ്ങോട്ട് തുറന്ന് പറയുമ്പോഴാണ് പിശാച് ഇളകുന്നത് ഇല്ലേ. പിന്നെയും പൗലോസിനെ പിടിച്ച് എന്ത് ചെയ്യും? ജയിലിടും. ഈ പ്രാവശ്യവും താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിനും നിങ്ങൾ മനസ്സിലാകണം, ഒരു VVIP കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചപ്പോൾ ഒരു രാജാവ് തന്നിൽ നിന്ന് പണം പ്രതീക്ഷിച്ച്, തന്നിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച്, കാശ് കിട്ടിയാൽ ഞാൻ നിന്നെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നോട് സംസാരിച്ചതാണ്. ഒരു രാജാവ് പൗലോസിനോട് അങ്ങനെ സംസാരിച്ച. രാജാക്കന്മാർ വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന തൻ്റെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് വന്നു എന്ന് രാജാവ് പറയുമാർ. തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ പേഴ്സണാലിറ്റിയും തൻ്റെ പിതാവാരാന്നും തൻ്റെ കുടുംബ ബിസിനസ്സും എത്ര ആയിരക്കണക്കിന് കോടിയുടെ അസറ്റ്സ് ഉള്ളവനായിരുന്നു എന്നും ഒക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന രാജാക്കന്മാർ ഉള്ള ഒരു മനുഷ്യനാണ് താൻ ക്രിസ്തുവിന് വേണ്ടി എന്തോ താൻ പറഞ്ഞ ലാഭമായതുള്ളതും എനിക്കുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്തു. ഛേദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തൊരു ഭാഷയാണ്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഐ കൗണ്ടഡ് ഇറ്റ് ആസ് ഗാബേജ് എന്ന് എഴുതിയിരിക്കുന്നത്. കച്ചടയായിട്ട് ഗാബേജായി. ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തുവിനെ ഒന്ന് അറിയുവാനും ആ പുനരുദ്ധാന ശക്തി ഒന്ന് പ്രാപിക്കുവാൻ. അപ്പം നമ്മളിവിടെ ഉള്ള ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, റോമൻ ജയിലിൽ കിടക്കുക താൻ. തിമോത്തിയോസ് എവിടാ? എഫെസോസിലെ സഭയിൽ ശുശ്രൂഷിക്കുക, ഒരു ചെറുപ്പക്കാരനായ പാസ്റ്ററായിട്ട്. അതുകൊണ്ടാണ് തൻ്റെ യൗവനത്തെ സൂക്ഷിച്ചുകൊള്ളാൻ പറയുന്നത്. വേറെ ആരെയും ഒന്നും ഏൽപ്പിക്കാൻ ഇല്ല. ലൈക്ക് മൈൻഡഡ് ഇല്ലേ, ഒരേ കാഴ്ചപ്പാടുള്ള. നമുക്കറിയാം മർക്കോസിനെ പോലും ഒരു കൂട് കൊണ്ടുവാഞ്ഞ ഒരു മിഷണറി യാത്ര ഉണ്ടായിരുന്നു. പിണങ്ങി ബർണബാസ് പോലും അത് നിമിത്തം പിണങ്ങിയ ഒരു മിഷണറി യാത്ര. കൂടുള്ളവരെ ഷീലാസിനെ കൊണ്ടാണ് പിന്നെ പൗലോസ് ആ മിഷണറി യാത്രയിൽ യാത്ര ചെയ്ത്. അപ്പം കൂട് അതേ കാഴ്ചപ്പാടിൽ നിൽക്കാത്തവരുടെ കൂട് നിന്നില്ലെങ്കിൽ നമ്മുടെയും കൂടെ എന്തു ചെയ്യും? കാഴ്ചപ്പാട് പോകും. അത് ഈ അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കാം. നമുക്ക് ചില വാക്യങ്ങൾ ഞാൻ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരാൾ റോമിലെ ജയിലിൽ കിടക്കുക. ഇൻ മൈ ചെയിൻസ് എന്നാണ് താൻ പല ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. റോമൻ ജയിലിൽ പലപ്പോഴും കിടക്കുന്നത് എങ്ങനെയാണ്? ചങ്ങലയിലാണ്. അതിൻ്റെ അകത്താണ് ഈ ലേഖനം എഴുതുവാനും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ അതുപോലെ പ്രാർത്ഥിക്കും. നമ്മുടെ വേദന അകറ്റാൻ പ്രാർത്ഥിക്കും എന്നല്ലാതെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി കരയേറ്റാനും, വേദനയിലുള്ള സമയത്ത് നന്ദി കരയേറ്റാനും, കർത്താവിൽ നിന്ന് നല്ല വെളിപ്പാടുകൾ പ്രാപിക്കുവാനും ഒക്കെ പറ്റണമെങ്കിൽ അതിന് പ്രത്യേക കൃപ വേണം. ആ കൃപയെ നിറഞ്ഞാണ് താൻ നിൽക്കുന്നത്. ആ കൃപയാണ് ജയിലിൽ വേദനയിൽ ചങ്ങലയിൽ ഇരിക്കുന്ന പൗലോസ് സമാധാനവും കൃപയും സന്തോഷവും ഒക്കെ അനുഗ്രഹിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയേക്കുന്ന. ഒന്ന്, താൻ വളരെയധികം സ്നേഹിച്ചു, താൻ ട്രെയിൻ ചെയ്തെടുത്തതാണ്. അടുത്ത ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുവാൻ, അനേക സഭകളെ ബലപ്പെടുത്തുവാൻ, അനേക ദൈവദാസന്മാരെ ബലപ്പെടുത്തുവാൻ താൻ ട്രെയിൻ ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു പ്രിയ ആത്മാവിലുള്ള ഒരു പൈതലാണ്. അതുകൊണ്ടാണ് പ്രിയ മകൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മുടെ ഒന്നാമത്തെ വാക്യത്തിൽ കണ്ടു. അക്കോർഡിംഗ് ടു ദ പ്രോമിസ് ഓഫ് ലൈഫ്, ജീവൻ്റെ വാഗ്ദത്തം ഇല്ല, അങ്ങനെ മലയാളം ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്. നമ്മളൊക്കെ ദൈവസന്നിധിയിലായിരിക്കുന്നത് എല്ലാവരും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ സഭകളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എല്ലാവരും കൃപയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞായറാഴ്ച ഇവിടെ എല്ലാവർക്കും സമയമുണ്ട്, ഒരു ചെറിയ പ്രബോധനം പറയുവാനുള്ള സമയമുണ്ടല്ലേ. അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയുവാൻ അത് നല്ലതാണ്, അതൊരു പ്രാക്ടീസ് ചെയ്യാൻ. അല്ല, പൂർണ്ണസമയം ശുശ്രൂഷയിലുള്ളവരുണ്ട്, അല്ലാത്തവരും എല്ലാവരും സുശേഷകരാ. ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്ന അനേകരെ എൻകറേജ് ചെയ്യുവാൻ വിളിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അപ്പം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുവാൻ, എന്നെ വിളി അനുസരിച്ച് എൻ്റെ മേൽ എനിക്കിപ്പം വേറൊരു ഭാഷനെ പോലെ ആകാൻ പറ്റത്തില്ല, എനിക്ക് ആ വ്യക്തിയെ പോലെ ആകാൻ പറ്റത്തില്ല. ഒത്തിരി പേര് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർക്ക് വ്യക്തി ആരാധനയുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പ്രശ്നത്തിലാകത്തില്ല. ഞാൻ ആകേണ്ടത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഏത് വലിയ സെലിബ്രിറ്റി പാസ്റ്ററോ ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിച്ച ശക്തനായ ദൈവദാസനെ പോലെ ഞാൻ ആകാൻ ശ്രമിച്ചാൽ എന്നിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷ എന്ത് ചെയ്യും? വെളിപ്പെടാതിരിക്കും. ദൈവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജീവൻ്റെ പുസ്തകവും പ്രവൃത്തിയുടെ പുസ്തകമൊക്കെ തുറക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരില്ലെങ്കിൽ എൻ്റെ കാര്യം എന്തുവാ? പോക്കാം.
അല്ലേ? സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്നാനപ്പെട്ട എല്ലാവരും ഒക്കെ അവിടെ കാണുന്നു വല്ലതും വിചാരിക്കുന്നുണ്ടോ? എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഇല്ല, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ജീവൻ്റെ ദൈവ ഇഷ്ടം, അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന് എന്നെപ്പറ്റി ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സാംസാന്ന് വിളിച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ, സാംസാ നിന്നെ ഏൽപ്പിച്ച ജോലി ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസവും അത് ചെയ്ത് നിവർത്തിച്ചോ. അപ്പം ഞാൻ പറയും, ഹൗവ എങ്ങനെ, ആദാം അങ്ങനല്ലേ പറഞ്ഞ, നീ എന്നെ ഏൽപ്പിച്ച ഈ നമ്മുടെ ഇന്നത്തെയൊക്കെ ഭാഷയെ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. കാര്യം അന്ന് വലിയൊരു വിഷമമാണ്. ഹൗവ നിമിത്തം താനും പാപം ചെയ്തു. തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ഭയങ്കരനല്ലേ. രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ആരുടെങ്കിലും മേൽ ബ്ലെയിം ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നീ എനിക്ക് തന്ന ഈ തുണ നിമിത്തമാണ് ഞാൻ. ഹൗവ ആരുടെ മേൽ ബ്ലെയിം ഇട്ടു? ഈ പാമ്പ് നിമിത്തം. എന്നാൽ പിന്നെ അവരെയൊക്കെ ശിക്ഷിക്കാതിരുന്നോ കർത്താവ്? ഇല്ല. രണ്ടിനും പണിഷ്മെൻറ്റ്. തേജസ്സും നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും നഷ്ടപ്പെട്ടു. ആ ശാപമാണ് ഇന്നും മനുഷ്യൻ്റെ മേലുള്ള, അല്ലേ, നമ്മുടെയൊക്കെ മേലുള്ളത്. ശരിക്കും രക്ഷിക്കപ്പെട്ടവരുടെ മേലാണ് ആ ശാപമൊക്കെ മാറിയവർ. ശരിക്കും രക്ഷിക്കപ്പെടാത്തവർ ഇന്നും ശാപമുറിക്കൽ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ശരിക്കും രക്ഷിക്കപ്പെട്ടവർ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ശാപവും എല്ലാം പ്രൈസ് ദി ലോർഡ് കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിന്മേൽ വഹിച്ചു. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നിടത്തോളം, വിശുദ്ധിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ, ഇതൊന്നും കൊലോസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവൻ ക്രൂശിന്മേൽ തറച്ചു. നിനക്ക് വിരോധമായ കൈയെഴുത്തെല്ലാം എന്ത് ചെയ്തു? അവൻ അതൊന്നും ഇനി മേലി വന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് നിൽക്കത്തില്ല. ആസ് ലോങ് ആസ് ഐ സ്റ്റാൻഡ് ഫോർ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഞാൻ കൃപയിൽ നിൽക്കുന്നിടത്തോളം. അതുകൊണ്ടാണ് ഇവിടെ രണ്ടാമത്തെ വാക്യത്തിലും കൃപ പകർന്നുകൊണ്ട്, പിന്നെ മൂന്നാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് എന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട്. ഇവിടെ ചില കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3, 4, 5 ഒന്നിച്ചങ്ങ് പോവുക കണ്ടിന്യൂസ് ആയിട്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നൊരു കാര്യം, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്നാ, തലമുറയായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന പോലെ ഒരു നല്ല മനസ്സാക്ഷി, അല്ല, പ്യോർ കോൺഷ്യൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഒരു നിർമ്മല മനസ്സാക്ഷിയോടുകൂടി നിനക്കും നിൽക്കാൻ പറ്റുന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാത്തൊരു കാര്യം, ഒന്ന് പ്രധാനമായിട്ട് ദൈവമക്കൾക്ക് ഇല്ലാത്തത് എന്തുവാ? ദൈവഭയമാണ്. ഈ ദൈവഭയം ഇല്ലാത്തതിൻ്റെ കാരണം കർത്താവിനെ ശരിക്കും അറിയത്തില്ല. ഭയങ്കരമായിട്ട് മത്സരികളായി തീരും. എത്ര ദൈവമക്കളാണെന്നറിയാം. ഇതുവരെയും പിന്നെ എനിക്ക് കുറവൊന്നുമില്ലല്ലോ, ഇതുവരെയും ദൈവം എന്നെ അടിച്ചില്ലല്ലോ, ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന, ദൈവഭയമില്ലാതെ നടക്കുന്ന വലിയ കൂട്ടമുണ്ട്. ദൈവസഭയിലാണെങ്കിലും ദൈവനാമത്തിലാണെങ്കിലും ഒക്കെ കളിക്കുന്ന, അല്ലെങ്കിൽ കളികൾ, അല്ലെങ്കിൽ വക്രതയോടുകൂടി ക്രിക്കറ്റ് ഗെയിംസ്, അല്ലെങ്കിൽ വളരെ വളരെ ക്രിക്കറ്റായിട്ടുള്ള നീക്കങ്ങൾ നീക്കുന്നതിൻ്റെ കാരണം എന്നാ? ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിൻ്റെ കരോ എനിക്ക് വിരോധമായി തീർന്നാൽ എനിക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു ബോധ്യമില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ദൈവഭയമില്ലാതെ ഒത്തിരി പേരായി തീരുമ്പോൾ, ദൈവഭയമില്ലാത്ത പഴയ നിയമഭക്തരെ നോക്കുമ്പോൾ, പുതിയ നിയമഭക്തരെ നോക്കുമ്പോൾ, ഒരു തലമുറയിലെ പോലും സഹോദരങ്ങൾ, അതല്ല യാക്കോബും ഏശാവും, യാക്കോബിൻ്റെ മക്കളിൽ നോക്കുമ്പോൾ, പിന്നെ മുൻപോട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഓരോ സഹോദരൻ. ദാവീദിന് സഹോദരങ്ങളുണ്ടായിരുന്നു, അവരുടെ പേരൊന്നും ബൈബിളിലില്ലല്ലോ. ശൗലിന് സഹോദരങ്ങളുണ്ടായിരുന്നു. ഓരോ ഏലിയാവ് അല്ലെങ്കിൽ ഏലീശ അല്ലെങ്കിൽ ഓരോ അഭിഷക്തരെ നമ്മൾ നോക്കുമ്പോൾ അവർക്കൊക്കെ സഹോദരങ്ങൾ, അല്ലെ, യേശയ്യാവായിക്കോട്ടെ, യെരമ്യാവായിക്കോട്ടെ. യെരമ്യാവിനെയൊക്കെ ചെറിയ പ്രായത്തിലെ കർത്താവ് വിളിച്ചപ്പോൾ ഒരു തലമുറയിൽ ആര് യേശുവിന് വേണ്ടി നിൽക്കുന്നോ എല്ലാവർക്കും ജഡത്തിൽ ഒരു രക്തമായിരിക്കും ഒക്കെ ഓടുന്നത്. പക്ഷേ വിളി അനുസരിച്ച് വിളിക്കപ്പെട്ടവരും ആയിരിക്കും മറ്റുള്ളവർ. ബിലിയാമൊക്കെ വിളിക്കപ്പെട്ടവനല്ലായിരുന്നു, ഒരു അഭിഷക്ത പ്രവാചകനല്ലായിരുന്നു. ആഹാബ് ഒരു അഭിഷക്ത പ്രവാചകനല്ലായിരുന്നു. ഇസ്രയേലിൻ്റെയും യഹൂദിയുടെയും ഒക്കെ എത്ര അഭിഷക്തരാണ് ദൈവകൃപയില്ലാതെ ജീവിച്ച്, അവരുടെ കാലഘട്ടം ദൈവഭയമില്ലാതെ ഭക്തിയില്ലാതെ ജീവിച്ച് അവസാനം ദൈവത്തിൻ്റെ വലിയ ന്യായവിധിക്ക് ഇരയായി തീർന്ന ജാതികൾക്ക് അടിമയായി തീരേണ്ട വന്നു. ഇന്ന് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പം പിന്നെയും ശക്തി പ്രാപിച്ചു വരുന്ന ഇറാനും പഴയ ഇറാഖും, അല്ലെ പേർഷ്യൻ, ബാബിലോണിയൻ, വലിയ രണ്ട് സംസ്കാരം. അവരുടെയൊക്കെ കീഴിൽ എത്ര നാൾ ഇറാൻ്റെയൊക്കെ കീഴിൽ, പേർഷ്യൻ, ബാബിലോണിയൻ ശക്തിയുടെ കീഴിൽ അടിമകളായിട്ടിരുന്നെന്നറിയാം ഇസ്രായേൽ, ദൈവത്തിൻ്റെ ജനം, യഹോവയുടെ പ്രിയ മക്കൾ. കാരണം അവരുടെ പാപം പല പ്രാവശ്യം ദൈവം, യെശയ്യാവൊക്കെ അതാ ഓർപ്പിക്കുന്നത്. യെരമ്യാവ് നമ്മൾ പഠിച്ചതാ, യെശയ്യാവ് പഠിച്ചതാ. ഞാൻ നിന്നെ അടിക്കും, ജാതികളുടെ വഴികൾ നടന്നാൽ അടിക്കും, നിന്നെ തള്ളിക്കളയും.
മുന്തിരിച്ചക്കിൻ്റെ അകത്ത് അരച്ചപ്പോൾ നിന്നെ ഞാൻ അരയ്ക്കും, നിന്റെ രക്തം എൻ്റെ വിശുദ്ധ വസ്ത്രത്തിന് മേൽ തെറിക്കും എന്നൊക്കെ ദൈവം പ്രവചനാത്മാവിൽ പ്രവാചകന്മാരിൽ കൂടെ വ്യക്തമായി അവരോട് പറഞ്ഞതാണ്. ഈ കർത്താവ് ഒരു കാര്യം വ്യക്തമാക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് തൊട്ട് എല്ലാവർക്കും മനസ്സിലാവും. അത്ര ക്ലിയറായിട്ടാണ് കർത്താവ് വ്യക്തമാക്കുന്ന കാര്യം. അവിടെ ഒക്കെ നിൽക്കുവാൻ കഴിയാതിരുന്ന വീണുപോയ ആൾക്കാർ നമുക്ക് കാണാം. ഇവിടെ നല്ലൊരു നിർമ്മല മനസ്സാക്ഷി ഇല്ലേ? ആ നിർമ്മല മനസ്സാക്ഷി ഒരു വലിയ അമൂല്യ ധനമാണ് ദൈവമക്കളെ. അതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങളത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പലരും ബുദ്ധിയിലാണ് ചിന്തിക്കുന്നത്. ദൈവം അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു. പിന്നെ എല്ലാവരും നമ്മൾ ആൾക്കാർ കണ്ടുപിടിക്കുക. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ബൈബിളിൻ്റെ അകത്ത്? ഇങ്ങനെ എഴുതിയിട്ട് എത്ര പേരാണ് എന്നോട് ചോദിച്ചത്. നമ്മളൊരു കാര്യം ഉപദേശിക്കുമ്പോൾ അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? സിഗരറ്റ് വലിക്കല്ലെന്ന് തൊട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവാത്മാവുള്ളവന് മനസ്സിലാവും ദൈവത്തിന് ഏത് ഇഷ്ടമല്ല, ഏത് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തോട് മത്സരിച്ച് ആ മത്സരിക്കാത്തൊരു ഹൃദയമാണ് ഇവിടെ പറയുന്നത് നിർമ്മല മനസാക്ഷി. നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഞാനും കർത്താവിനെ ആരാധിക്കുന്ന നിർമ്മല മനസാക്ഷിയോടുകൂടി നീയും അങ്ങനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നിന്നിലുള്ള ആ നിർവ്യാജ വിശ്വാസം. അപ്പം എല്ലാവരിലും അതില്ല. ആ കാലഘട്ടത്തിലും 10,000-കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകമെമ്പാടും ഈ മെഡിറ്റേറിയൻ ഉൾക്കടവിലുള്ള, നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര സഭകളേ ഉള്ളൂ, ഒരു കൊരിന്ത്യരും ഒരു ഫിലിപ്പിയരും ഒരു എഫെസ്യരും ഒന്നും മാത്രമല്ല. ഇത് എഴുതുന്ന AD 60 ആ കാലഘട്ടത്തിൽ ഒത്തിരി സഭകൾ, വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നല്ലോ. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തൻ്റെ നാമത്തെ കാര്യം അന്ന് ജാതികളുടെ മധ്യത്തിലായതുകൊണ്ട് യേശുവിനെ അറിയാത്തവരാണല്ലോ കൂടുതൽ. പ്രിൻ്റഡ് ബൈബിൾ ഇല്ലാഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര അതിശക്തിയോടുകൂടി സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ ദൈവദാസന്മാർ, അത് കഴിഞ്ഞിട്ടുള്ള ദൈവദാസന്മാർ, ഓരോ വിശ്വാസികളും കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവം ഓരോ ദേശത്ത് അയച്ചു. അങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് വിശ്വാസികളായി. അതിനോട് കൂടി തന്നെ ഈ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ കൂടെ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും ഇല്ലേ? അവരും പ്രസംഗിക്കുന്ന യേശുവിനെ, അവരും ബൈബിളിലെ വാക്യം എടുക്കുന്നത്. പക്ഷേ ഇതുപോലെ പിടിച്ചോ പ്രാപിച്ചോ, ഞാൻ കാണുന്നു, അത് കാണുന്നു, വണ്ടി കാണുന്നു, വീട് കാണുന്നു. വേളാങ്കണ്ണിയിൽ ആൾക്കാർ പോകുന്നത് എന്തിനാണെന്നറിയാം? പരിമല തിരുമേനിയുടെ കട്ടിലെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്തിനാണെന്നറിയാം? ഇവിടെ എടപ്പള്ളി പള്ളിയിൽ കോഴിയെ പറ്റുന്നത് എന്തിനാണെന്നറിയാം? ചാത്തന് കൊടുക്കുന്നതും കല്ലൂർ പള്ളിയിൽ കൊണ്ട് ചാക്കരി കൊടുക്കുന്നതും എല്ലാം എന്തിനാ? ഈ മക്കയെ പോകുന്നതും ശബരിമലയിൽ പോകുന്നതും ഒക്കെ ആരും നിത്യജീവൻ പ്രാപിക്കാനൊന്നും അല്ല ദൈവമക്കളെ. അവരൊരു വലിയ ലിസ്റ്റും വെച്ച് കാര്യം സാധിക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫേവേഴ്സ് പണ്ടുണ്ടായിരുന്നല്ലോ മനോരമയ്ക്കകത്ത് സെൻറ്റ് ജൂഡ് വേളാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ് എന്തുവായിരുന്നു ഉപകാരം. യെസ്, പഴയ ഓർമ്മകളൊക്കെ വരുന്നില്ലേ? കാര്യം സാധിച്ചു. അപ്പോൾ അത് നേർച്ചയാണ്, ഞാൻ എന്ത് ചെയ്യും? എല്ലാവരെയും അറിയിക്കും. ചിലരിപ്പം വണ്ടിയിൽ അത് എഴുതി വെക്കും, അങ്ങനെയൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്തുമായാലും കാര്യം സാധിക്കാൻ വേണ്ടി അവരൊക്കെ ഈ പിശാചിൻ്റെ കയ്യിലല്ലേ ഈ കാര്യങ്ങളല്ലേ? യേശുവിനോട് പറഞ്ഞില്ലേ ഈ കാണുന്ന മഹത്വമൊക്കെ ഞാൻ നിനക്ക്. അപ്പോൾ അത് പ്രാപിക്കണമെങ്കിൽ സ്ഥലം തെറ്റിപ്പോയി ഇവിടെ അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലല്ല. ഇവിടെ ചോദിക്കുന്ന ഉടനെ കർത്താവ് തരത്തില്ല, നമ്മൾ ചോദിക്കുന്നത് പോലെ കർത്താവ് നടത്തത്തില്ല. അങ്ങനെയല്ലേ നമ്മുടെ അനുഭവങ്ങൾ? ആത്മാവ് നടത്തുന്നവരുടെ അനുഭവം അങ്ങനല്ലേ? നമ്മൾ പറയുന്ന പോലെ അല്ല കർത്താവ്. നമ്മുടെ പ്യൂണല്ലല്ലോ കർത്താവ് നമ്മൾ പറയുന്ന പോലെ കേൾക്കാൻ. ആർ യു ദ കൗൺസിലർ ഓഫ് ഗോഡ് എന്നാ ബൈബിൾ ചോദിക്കുന്നത്. നീ ദൈവത്തിൻ്റെ ആലോചനക്കാരനാണോ, മന്ത്രിയാണോ? സ്തോത്രം. നമ്മൾ പറയുന്ന പോലെ, ഐഡിയ പറയുന്ന പോലെ നടത്താനല്ലല്ലോ ദൈവം ഇരിക്കുന്നത്. ദൈവം പറയും, നമ്മൾ കേൾക്കും. ഞങ്ങൾ ഒക്കെ ഒരു അറബ് ഇതിൻ്റെ അകത്തല്ലേ ജനിച്ചു വളർന്നതൊക്കെ. അവർ ഇവിടുത്തെ മുസ്ലിംസിന് അത്രയൊന്നും ഭക്തിയില്ല. ശരിക്കും എബ്രഹാമിൻ്റെ മക്കളായ ശരിക്കും വിദേശത്തൊക്കെയുള്ള ഇസ്മായിലിയർ അല്ലെങ്കിൽ ആ ഒരു വംശത്തിലുള്ളവർക്ക് ഭയങ്കര ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടില്ലേ, ഈ മെഴ്സിഡീസിൽ നിന്ന് ഇറങ്ങി വേണേൽ ഹൈവേ കൂടെ പോകുമ്പോൾ അവിടെ പ്രെയർ ടൈം ആയി കഴിഞ്ഞാൽ വണ്ടി ഓർപ്പിക്കും, ഉടനെ അവർ താഴോട്ട് മാറ്റ് ഇട്ടും പെട്ടെന്ന് ഈ -20 ഇറങ്ങി അവർ 55 അവിടെ ഇരുന്ന് മുട്ടുമേ ഇരുന്നിട്ട് ഈ 5 മിനിറ്റ് ബാങ്ക് വിളിയൊന്നുമല്ല, 25 മിനിറ്റാണ് അവരുടെ മുഴുവൻ പ്രാർത്ഥന വെയിലത്തിരുന്ന് നടത്തും. അവർ പറയുന്നൊരു പദമുണ്ട്, ദൈവമാണ് രാജാവ്. അക്ബർ എന്ന് പറഞ്ഞാൽ രാജാവ്. ദൈവമാണ് രാജാവ്. ദൈവം പറയും, നമ്മൾ അനുസരിക്കും.
അത്രയും അവർക്കറിയാം. അതൊന്ന് ദൈവമക്കൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ലതായിരുന്നു. ദൈവത്തെ ഒന്ന് ഭയന്ന് കഴിഞ്ഞാൽ അവർക്ക് പഴയ നിയമ പ്രമാണം കുറേ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് നബി വെച്ചിരിക്കുള്ളതുകൊണ്ട് ആ പഴയ നിയമ പ്രമാണത്തിൽ അനുസരിച്ചൊക്കെ അവർ ജീവിക്കുന്നു. ദൈവം ഉയർച്ചകളും താഴ്ചകളും ഒക്കെ അനുവദിക്കുമെന്ന് അവർക്കറിയാം. നമുക്കത് പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവദാസന്മാരാണ് ജനത്തെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ സ്ഥിതി മാറും. ലക്ഷറിയിൽ നിന്ന് സൂപ്പർ ലക്ഷറിയും മനുഷ്യനെ മോഹിപ്പിക്കുവാൻ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പിന്നീട് അത് മരണമായി തീരുന്നു, ആത്മീയ മരണമായി തീരുന്നു എന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ പഴയ ഭക്തന്മാരൊക്കെ പാടിയത് എന്തുവാ? കർത്താവിന് തരാത്ത ഒരു റെസ്പെക്റ്റും എനിക്ക് കർത്താവിൻ്റെ ജനനം തൊട്ട് ക്രൂശ് വരെ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൊന്നും അവരുടെ ലക്ഷ്യം അതല്ലായിരുന്നു, പണമല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമൊക്കെ ഒന്ന്, ഞാനെപ്പോഴും ഓർപ്പിക്കുന്ന പോലെ എല്ലാ മൊബൈലിലും റെക്കോർഡേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊച്ചു പിള്ളേരെ വിട്ട് എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ, ഞങ്ങൾക്ക് ഇന്ന തരണമേ, ഇന്ന തരണമേ, ഇന്ന തരണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മുടെ മനസ്സിൽ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ എന്തുവാ ചിന്തകൾ വരുന്നത്? എന്തുവാ? പണം, പണം, പണം. ഈ ജഡത്തിന് അങ്ങനെ വരുന്നത്. ജഡം ഈ മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് ജഡത്തിന് എപ്പോഴും ആകർഷണം എന്തുവാണ്? ഇവിടുത്തെ പൊന്നും വെള്ളിയും പണവും ഒക്കെയാണ്. പക്ഷെ ജഡം സ്വർഗത്തിലോട്ട് പോകത്തില്ല, ഇത് മണ്ണിനോട് ചേരും. പല അടക്കമൊക്കെ നടത്താൻ ഇടയ്ക്കൊക്കെ ഞാനും പ്രിപ്പയർഡാണ് നമ്മുടെ സഭയിൽ. അതുപോലുള്ള അവസ്ഥയിൽ കൂടെ ഒക്കെ നമ്മുടെ പല പ്രായമുള്ളവരും ക്ഷീണമുള്ളവരും ഒക്കെ കടന്നു പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി ഞാൻ പലപ്പോഴും ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വിഷയങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവദാസന്മാർ സ്ഥിരം അടക്കം നടത്തുന്നതല്ലേ. എത്ര മനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ട് പൊതിഞ്ഞ് അവിടെ കിടത്തിയാൽ ടാറ്റ പറഞ്ഞ് അവസാനം ദൈവദാസൻ മണ്ണും വിതറി മണ്ണിൽ നിന്ന് വന്നു, മണ്ണിനോട് ചേരും എന്ന് പറഞ്ഞ് ആ ഭാഗവും എടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ എന്തു ചെയ്യും? നമ്മളിങ്ങോട്ട് മാറുന്നുണ്ടേ അവിടെ ആ ജോലി ചെയ്യുവാൻ കുടുംബങ്ങൾ അതിൻ്റെ സൈഡിൽ താമസിക്കുന്നുണ്ട്. അവരെ നമ്മൾ കാശ് ഏൽപ്പിച്ചിരിക്കുക. അവരപ്പറേ മണ്ണ് വെട്ടി ഇട്ട് മൂടി സ്ലാബ് കിട്ടും, തീർന്നു. മണ്ണിൽ നിന്ന് വന്നു, മണ്ണിനോട് ഞാനും ചേരും, നിങ്ങളും ചേരും. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ പഠിക്കുന്ന 6-ാമത്തെ അധ്യായത്തിൽ തിമോത്തിയോസേ, നീ ജനത്തെ ഓർപ്പിക്കണം, ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഇവിടെ നിന്ന് ഒന്നും ഒരു കടുക് പോലും, ഒരു ചെറിയ പൊടി പോലും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. അപ്പം നമ്മുടെ അഹത്തെ മനുഷ്യൻ മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നത്, അഹത്തെ മനുഷ്യൻ്റെ വളർച്ച. എത്ര വചനം കേട്ടിട്ടും സ്റ്റിൽ ബേബീസ് ഇൻ ക്രൈസ്റ്റ്. ഇപ്പോഴും ക്രിസ്തുവിൽ ശിശുക്കളായിട്ടിരിക്കുന്നല്ലോ, കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാൻ കഴിയാതെ. ദൈവമക്കളെ സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം കൂടാകട്ടെ, ഒരു ലക്ഷ്യം കൂടാകട്ടെ. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ക്രൂശിൻ്റെ വചനവും അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി ഒരുക്കുന്ന വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ഉണരും. അതങ്ങോട്ട് കഴിഞ്ഞ് ഞായറാഴ്ച ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ തൊട്ട് പിന്നെ ലോകത്തിലെ വിഷയങ്ങൾ അകത്ത് കയറി എൻ്റെയും അങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മളെ പലപ്പോഴും അതുകൊണ്ടായി മുറുകെ പറ്റുന്ന ഭാരവും പാപവും ഒക്കെ വിട്ട് സ്ഥിരതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. എല്ലാവരും ഓടുന്നുണ്ട്, ഞാനും ഓടുവല്ല, ബിരുദ് പ്രാപിക്കണം. അതുകൊണ്ട് തിമോത്തിയോസോട് എന്ത് ചെയ്യണം? തിമോത്തിയോസിന് എങ്ങനെ കിട്ടി ഈ നിർമ്മല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം? 2 പദങ്ങളാണ്. അത് എന്നിലുണ്ടോ കർത്താവേ? അവരിലുള്ള പോലെ എന്നിലുണ്ടോ എന്ന് നമ്മൾ തന്നെ, ഞാൻ എൻ്റെ കാര്യമല്ലേ ശോധന ചെയ്യാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ട് പാസ്റ്റർ കുത്തി എന്നൊന്നും പറയണ്ട, ഞാൻ എന്നെ തന്നെ കുത്തിക്കൊണ്ടിരിക്കുക, ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ഈ നിർമ്മല മനസ്സാക്ഷി, നിർവ്യാജ ജെനുവിൻ ഫെയ്ത്ത് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫെയ്ത്തും ഉണ്ട്. എല്ലാവരും വിശ്വാസികളാണ്, ഞാനും വിശ്വാസിയാണ്. അതിനെപ്പറ്റിയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ജെനുവിൻ ഫെയ്ത്ത്. അങ്ങനെയുള്ളവരെ കർത്താവ് എന്നെ നടത്തുന്നതിന് സ്തോത്രം. പട്ടിണിയാണേലും കേൾക്കുന്നില്ല ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടിൽ കൂടി നടത്തിയാലും, ശാരീരിക ക്ഷീണമാണെങ്കിലും, നിന്ന് അനുഭവിക്കാൻ ദൈവം അനുഭവിച്ചാലും, ഉയർച്ചകളിലും താഴ്ചകളും, ഉയർച്ചകൾ അഹങ്കരിച്ച് പോകാത്ത, അതല്ലേ ശലോമോൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ ഒത്തിരി നൽകി ഞാൻ അഹങ്കരിച്ച് ദൈവം ആരെന്ന് ചോദിക്കുവാൻ ഇടവരല്ലേ. ദാരിദ്ര്യത്തിൽ പോയി ദൈവനാമം ദുഷിക്കുവാനും ഇടവരല്ലേ. എനിക്ക് അന്നത്തേക്കുള്ള തക്കതായ ഫീഡ് മീ വിത്ത് ദ ഫുഡ് അലോട്ടഡ് ടു മീ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ. എനിക്ക് അന്നെന്നുള്ള ആഹാരം തന്നെന്നെ,
ആ നടത്തിപ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് കിട്ടിയത്? ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബിസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു, എന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തിമോത്തിയോസേ, നീ അങ്ങ് പ്രത്യേകത ആയതുകൊണ്ടല്ല, നീ പഠിച്ച ബൈബിൾ കോളേജിൻ്റെ പ്രത്യേകതയൊന്നുമല്ല. നിൻ്റെ വലിയമ്മയിൽ നിന്ന് പാസ് ഓൺ ചെയ്ത് നിൻ്റെ അമ്മ, അപ്പൻ്റെ പേര് പറയാൻ വേറെ ഒന്നുമല്ല, തിമോത്തിയോസ് ഒരു പകുതി യവനനോടാണല്ലോ. അപ്പൻ ലേറ്റായിട്ടായിരിക്കും വിശ്വാസത്തിൽ വന്നതല്ല, വിശ്വാസത്തിൽ വന്നോ എന്നറിയത്തില്ല. എങ്കിലും അമ്മ, ഇവരൊക്കെ നേരത്തെ വിശ്വാസികളായിരുന്നു. വല്യമ്മ തൊട്ട് നല്ല വിശ്വാസികളായിരുന്നു. അപ്പൻ യവനനായിരുന്നു. അല്ലല്ല, അപ്പം വല്യമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ആ വിശ്വാസം നമുക്ക് അടുത്ത തലമുറയ്ക്ക് പാസ് ഓൺ ചെയ്ത് കൊടുക്കുവാൻ പറ്റുന്നത് എന്താ ദൈവമക്കളെ? തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ചില മണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഉണ്ടെങ്കിൽ നമ്മൾ പാസ് ഓൺ ചെയ്യും. നമുക്ക് അറിവുകളുണ്ടെങ്കിൽ നമ്മൾ പാസ് ഓൺ ചെയ്യും. അതൊന്നും നിലനിൽക്കത്തില്ലല്ലോ. ഈ മണ്ണും കൊണ്ട് ആരും പോകത്തില്ലെന്നല്ലേ നമ്മളിപ്പം ബൈബിളിൽ വായിച്ചത്. നമുക്ക് ഇവരെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ, ഇവർ ലോകത്തിൻ്റെ ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ലോകത്തിൻ്റെ ഓരോ അറ്റത്തോട്ടാണ് പോകുന്നത്. ഈ ചെല്ലുന്ന സ്ഥലത്തൊന്നും കൂട്ടായ്മകളില്ല. എന്തിനാ ദൈവം ഒരു കുടുംബത്തെ അങ്ങോട്ട് അയക്കുന്നത്? അവിടെ ഇരുന്ന് വല്ലോടത്തും ആരാധന ഇല്ലാത്ത ഒത്തിരി പാസ്റ്റർമാർക്ക് സഭാ ശുശ്രൂഷ നഷ്ടപ്പെട്ടു ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഒത്തിരി പാസ്റ്റർമാർ മടുത്തുപോയി. പക്ഷേ അവരൊക്കെ തിയോളജിയൻസ് ആ ഒരു കാലത്ത് നിന്ന് പാസ്റ്റേഴ്സായിട്ട് 10-15-20 വർഷമൊക്കെ ശുശ്രൂഷ വരാം. അവരെല്ലാവരും ചെയ്യുന്ന പരിപാടി വീട്ടിൽ ഇരിക്കും, ഓൺലൈൻ കൂട്ടായ്മ അങ്ങനെ നടത്തുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അവർക്കൊരു ശുശ്രൂഷ വേണ്ടേ, അവരത് നടത്തട്ടെ. അന്റാർട്ടിക്കയിലോ വേറെ വേറെ ആളെ പോലും കൂട്ടാൻ പറ്റാത്തടത്ത് അവരൊക്കെ കൂടട്ടെ. പക്ഷേ കൂട്ടാൻ പറ്റുന്നിടത്ത് ദൈവം എന്തിനാണ് ഒരു കുടുംബത്തെ അങ്ങോട്ട് അയക്കുന്നത്? അങ്ങനല്ലേ ഓരോ ദൈവമക്കളും അക്കുല്ലാസും പ്രിസ്കില്ലായും അല്ലെങ്കിൽ ഓരോ ദൈവമക്കളും അവരുടെ ഭവനങ്ങളൊക്കെ തുറന്നത്, പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നത്. പൗലോസ് അവിടെ കൂട്ടായ്മ നടത്തിയത്, പൗലോസും കൂടെ ഉള്ളവരൊക്കെ അവർ പിന്നെ ലാസ്റ്റ് ഈ പൗലോസിൻ്റെ ടീമിൻ്റെ കൂടെ മിക്കവാറും എല്ലായിടത്തും അവരുടെ പേരുകൾ നമുക്ക് കാണാം, പല ലേഖനത്തിലും കാണാം. നമ്മുടെയൊക്കെ ഭവനങ്ങൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ, ഓരോ സംസ്ഥാനത്തിൽ പോകുമ്പോൾ കൂട്ടായ്മയ്ക്കായിട്ട് തുറക്കട്ടെ. പിന്നെ ആ കൂട്ടായ്മ നടത്തുവാൻ ദൈവം നമ്മളെ നടത്തട്ടെ. അതൊക്കെ പരിശുദ്ധാത്മാവ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അല്ല ഓരോ കുടുംബങ്ങളുടെ യേശാലിലെ വിളി അനുസരിച്ച് അവരെത്രത്തോളം ശക്തമായിട്ട് അവരെ ദൈവത്തിന് വേണ്ടി ഓരോ ദേശത്ത് നിൽക്കുക. അങ്ങനെ ദൈവം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മുടെ മക്കളെയൊക്കെ ഓരോ സ്ഥലത്ത് ദൈവം അയക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് അവരോട് പറഞ്ഞു കൊടുക്കണം? കൊച്ചിലേ തൊട്ട് എന്ത് പറഞ്ഞു കൊടുക്കാൻ? നിൻ്റെ വിളി അനുസരിച്ച് നീ നിൽക്കണം. ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ അഭിഷേകം പ്രാപിക്കണം, അതൊന്നും അല്ല കാഴ്ചപ്പാട്. അത് അടിസ്ഥാന ഉപദേശം. ഒത്തിരി കാര്യങ്ങൾ ഉപദേശിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ യഹോവയായ ദൈവം പറഞ്ഞ് അവരിയ്ക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നീ അവരെന്ത് ചെയ്യണം? അവരുടെ കൈയുടെ ചുറ്റിനും വചനം കേട്ടെ, അവരുടെ നെറ്റിപ്പട്ടമായിട്ട് വചനം ഇരിക്കട്ടെ. അപ്പോൾ ഈ ഉപദേശം കേൾക്കുമ്പോൾ പിള്ളേർക്ക് എന്തുവാ? പിരിയിളകും. നമ്മളൊക്കെ ആ ഒരു പ്രായത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നല്ലേ. പേരൻസ് ഉപദേശിക്കുമ്പോൾ വലിയ വിഷമമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ. ഇപ്പോൾ നമ്മുടെ പിള്ളേരും അങ്ങനെ അവർക്കത് മനസ്സിലാകുന്ന ഒരു പ്രായത്തിൽ കൂടെ അല്ലല്ലോ. പക്ഷേ ഈ ഉള്ളിൽ ചെല്ലുന്ന വചനങ്ങളെല്ലാം, ഞാൻ ഇന്നലെ ഒരു സഭയിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു പ്രോഗ്രാമായിരുന്നു, വർഷത്തിലൊരിക്കൽ അവർ നടത്തും. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം അവിടുത്തെ ചില പിള്ളേർ 3000 വാക്യമാണ് കാണാപ്പാഠം പഠിച്ചത്. മെമ്മറി വേർഡ്സിന് 3000 വാക്യം. ഈ വർഷം അവർ 3500 പഠിച്ചുകൊണ്ടാണ് ചെന്നിരിക്കുന്നത്. അവർ നോട്ട്ബുക്കിൻ്റെ അകത്ത് ആ ഇൻവിജിലേറ്റ് അസൽ അല്ലെങ്കിൽ ആരാ ചെക്ക് ചെയ്യാനിരിക്കുന്നവർ അവർക്ക് കൊടുക്കണം ആ പുസ്തകം. എൻ്റെ കുഞ്ഞുങ്ങൾ 300 വാക്യേ പഠിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കുടുംബം എന്നോട് സ്വത്രമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മേളിൽ താമസിക്കുന്ന കുടുംബം അവരവരുടെ സഭയിലേക്ക് പോകാൻ. അവർ എത്ര വാക്യമാണ് പഠിക്കുന്നത്? 3500. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ചിന്തിക്കുമായിരുന്നു, ഇതിലൊരു 10 വാക്യമെങ്കിൽ ശരിക്കും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ എത്ര നല്ലതായിരുന്നു. മെമ്മറി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ പേരൻസ് കൊടുക്കുന്ന പ്രഷർ, കുടുംബങ്ങൾ തമ്മിലുള്ള മത്സരം, അതൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യണം? ചിലപ്പോൾ ജാതികൾ പറയാം എൻ്റെ കുഞ്ഞ് ഫസ്റ്റായിട്ട് നിൽക്കണമെന്ന് പറയുന്നത് ദൈവമക്കൾ ആ മത്സരമൊന്നും പാടില്ല എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ജാതികളെപ്പോലെ അറിയാതെ അങ്ങ് ചിന്തിച്ച് പോവുക അമ്മമാരും അപ്പന്മാരൊക്കെ. എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യണം? ഫസ്റ്റായി തീരണം. അപ്പോൾ അതിന് വേണ്ടി കുത്തിച്ചത്തിരുന്ന് അവരെ കൊണ്ട് അങ്ങ് പഠിപ്പിച്ച് 3500 പഠിപ്പിച്ച് അവരെ കൊണ്ട് അവിടെ പെർഫോം ചെയ്യിപ്പിക്കും. അങ്ങനെ പറയേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊരു 10 വാക്യവും അതിൻ്റെ അർത്ഥവും ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതൊന്ന് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ജീവിച്ച് കാണിച്ച്, പേരൻസ് ജീവിച്ച് കാണിച്ചില്ലേ പിള്ളേർ അക്സെപ്റ്റ് ചെയ്യുമോ?
ജീവിതത്തിലില്ലാതെ അങ്ങോട്ട് ഉപദേശിക്കാൻ ചെന്നാൽ സാത്താനും സമ്മതിക്കത്തില്ല. സ്കേവയുടെ മക്കളൊക്കെ കണ്ടില്ലേ, പുരോഹിതൻ്റെ മക്കളാണ്, നാണം കെട്ടുപോയി ജീവിതമില്ലാതെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം പേരൻസ് അതാദ്യം ജീവിച്ച് കാണിക്കണം. ഇവിടെ നല്ല വലിയമ്മച്ചിയും ഇവിടെ നല്ല അമ്മയും കാണുന്നു. ഇന്ന് ദൈവമക്കൾ മുഴുവൻ അവരുടെ മക്കളെ ഫസ്റ്റ് ആകണം, പ്രൊഫഷണൽ കോഴ്സസ് അവർക്ക് കിട്ടിയ പോലെ എങ്ങുമില്ലാത്ത ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള എത്ര ദൈവമക്കളാണെന്നറിയോ പറയുന്നത്, ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ആ കോഴ്സസ് വേണം എടുക്കാൻ. വിദേശത്ത് പോകണം, പണം ഉണ്ടാക്കണം എന്ന് വിശ്വാസികൾ, പരിശുദ്ധാത്മാവൊക്കെ ഒരു കാലത്ത് പറഞ്ഞു. ഇപ്പോഴും രണ്ട് മറുഭാഷയൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതൊന്നും കർത്താവ് പരിശുദ്ധാത്മാവിൽ നാവിൽ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ പിള്ളേരെ ഉപദേശിക്കത്തില്ലല്ലോ. ശക്തിയൊക്കെ പണ്ടേ വിട്ടുപോയി. ആത്മാവിൽ പുതുക്കം പ്രാപിക്കാതെ പണ്ട് ഈ നാക്കിൽ പ്രാക്ടീസായ രണ്ട് ടങ് ട്വിസ്റ്റർ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ചോദിക്കുക, അന്യഭാഷ പറയുന്നു, ജീവിതമില്ലാത്തവരെ കണ്ട് മടുത്തു പോയിരിക്കുക. ഞാനിതെന്നും കേൾക്കുന്നതാണ്, എന്നും ആൾക്കാരിൽ നിന്ന്, സീഫ് കൗൺസിലിലും അല്ലെങ്കിൽ ആൾക്കാരുടെ വിഷമവും പല സഭകളുടെ, അതുപോലെ ഇന്നത്തെ കാലത്തൊക്കെ പാസ്റ്റർമാർ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇടപെടാതിരിക്കുന്നുണ്ട്. പല സഭകളുടെ വിശ്വാസികളുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവം തരുന്ന കോണ്ടാക്റ്റിൽ അങ്ങോട്ട് ഇടപെട്ട് ഇവിടെ ഒത്തിരി കുടുംബങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിക്കുമായിരുന്നു, ആ ഇടപെടുന്ന കുടുംബങ്ങളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ വന്നായിരുന്നെങ്കിൽ അവർ പിന്നെ ഞായറാഴ്ച അവരുടെ സഭയോട് പോകുന്നു, അവരുടെ പാസ്റ്റർ ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പോൾ ഈ സഭയാണെങ്കിലും ഏത് സഭയാണെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയല്ലേ, അത് വോളണ്ടിയറായിട്ട് നമ്മൾ ചെയ്യുന്നു. സ്തോത്രം. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലാതെ അങ്ങോട്ട് കയറി ചെയ്യുന്നില്ല. എത്ര ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കുടുംബങ്ങളാണെന്നറിയാം. ആത്മീയ ക്ഷീണത്തിൽ കൂടെ, ആ നിമിത്തമുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തിമോത്തിയോസേ, യു ആർ എ മാൻ ഓഫ് ഗോഡ്, പ്രത്യേകതയോട് നിൽക്കുവാൻ പൗലോസ് ഓർപ്പിക്കുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഈ കാഴ്ചപ്പാട് ലഭിച്ചത് നിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു നല്ല കാഴ്ചപ്പാട് അത് കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ് എല്ലാം വേസ്റ്റാതെ മക്കളെ. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പേരൻറ്റിങ്. ഹല്ലേലൂയ. സീ, എ ഗുഡ് പേരൻറ്റിങ് എന്ന് പറഞ്ഞ് ലോകം കൊടുക്കുന്ന ക്ലാസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ക്ലാസ് എങ്ങനെ? ലോകം കൊടുക്കുന്ന ക്ലാസ് പറയുന്നു, ഈ ഒത്തിരി ബുദ്ധിമുട്ടിക്കല്ല അവരെന്നാ, ഒത്തിരി ഡിസിപ്ലിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ക്ലാസ് എങ്ങനെ? എത്ര അടുത്താണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതിന്, വടി ഉപയോഗിക്കാതെ നീ നിൻ്റെ മക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നശിച്ചു പോകുമെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ. സ്വത്രം. അങ്ങനെ ഡിസിപ്ലിനിങ്ങിലും വടി ഉപയോഗിക്കുന്നതിലും തർജ്ജനം ചെയ്യുന്നതിലും ശാസിക്കുന്നതിലും സ്തോത്രം ദൈവഹിതമല്ലാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തല്ലേ മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ കൂട്ടുനിൽക്കുന്നതും പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. നല്ലൊരു കാഴ്ചപ്പാട് തിമോത്തിയോസിന് കിട്ടിയ കുടുംബത്തിനാണ്. എന്നിട്ട് കാഴ്ചപ്പാട് മാത്രമല്ല, 6-ാമത്തെ വാക്യത്തിൽ അത് 1-2 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന നിന്നിലുള്ള കൃപാവരം പ്രാർത്ഥിച്ച് തിമോത്തിയോസിനെ ഓർഡൈൻ ചെയ്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നിയമിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. കൊണ്ട് നടന്ന് ഈ മിഷണറി യാത്രയൊക്കെ കൊണ്ട് നടന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചതും പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ പല സഭകൾക്ക് പൗലോസിന് പോകുവാൻ കഴിയാത്തപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും ഞാൻ തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നു എന്ന് പകരക്കാരനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടിരുന്നതൊക്കെ അപ്പോസ്തലനായ പൗലോസാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അന്ന് പ്രാർത്ഥിച്ച് നിന്നെ ഒരു ശ്രേഷ്ഠമേറിയ വിളിയുണ്ടെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. കൈവച്ച് പ്രാർത്ഥിക്കുകയും നിന്നെ അതിനുവേണ്ടി അഭിഷേകം ചെയ്യുകയും നീ ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ച് ഒരു നല്ല ശക്തനായിട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ എന്നെപ്പോൾ തന്നെ നിൽക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ കൃപയും കൃപാവരങ്ങളും ഒന്നും എന്ത് ചെയ്യല്ല, കെട്ടുപോകല്ല, ഇല്ലേ, ജ്വലിപ്പിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന സ്റ്റിറപ്പ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ ഈ ഇളക്കി കഴിക്കുന്ന ആഹാരം കൂടുതലും രസമാണ്, ഇല്ലേ? അങ്ങനെ വേറെ എന്തൊക്കെയാണ് നമ്മളങ്ങനെ ഇളക്കി കഴിക്കുന്നത് എനിക്കറിയത്തില്ല. അതിൻ്റെ എസൻസ്, അതിൻ്റെ അകത്തേക്ക് കുരുമുളകും കായവും വെളുത്തുള്ളിയും തക്കാളിയാണ് എന്തൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ നല്ലത് പല രസം ഒരു 10-200 ടൈപ്പ് ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ അകത്ത് നല്ലതായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളാവുന്നത് രുചിക്ക് പറ്റിയതൊക്കെ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, അടിഞ്ഞു പോകും. നമ്മൾ എന്ത് ചെയ്യും, ആ കറിയാണെങ്കിലും പല കറികളും നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ എസൻസ് അതിൻ്റെ ഗുണവും രുചിയും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് ഇളക്കി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എസൻസോടുകൂടി ഒഴിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഇതെല്ലാം എന്ത് ചെയ്യുന്നത് കാണാം, മട്ടായിട്ട് കെട്ടുപോകും. അപ്പം നമ്മുടെ ആ ഒരു ഉദാഹരണമാണ് പരിശുദ്ധാത്മ. സ്റ്റിർ അപ്പ് ദ ഗിഫ്റ്റ്സ് വിത്തിൻ യു. കൃപയുണ്ട്, കൃപാവരങ്ങളുണ്ട്. വേറൊരു ഭാഗത്ത് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നില്ലേ, അല്ല പ്രൈസ്, എൻ്റെ മേൽ കർത്താവ് പകർന്ന ആ കൃപ, ലെറ്റ് ഇറ്റ് നോട്ട് ബി എ വേസ്റ്റ്, അത് വ്യർത്ഥമായി പോകാതിരിപ്പാൻ.
ഇവിടെ എഴുതിയേക്കുന്ന നിൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങൾ അതൊന്ന് ജ്വലിപ്പിക്കണം, അല്ലെങ്കിൽ സ്റ്റിറപ്പ് ഒന്ന് ഇളക്കി വിടണം. ഞായറാഴ്ച മാത്രം പോരാ ദൈവമക്കളെ. അതുകൊണ്ടാണ് ഇവിടെ ഞായറാഴ്ച വരുമ്പോൾ ആത്മാവിൻ്റെ തീ കത്താത്തത്. പല കുടുംബങ്ങൾക്കും ഞായറാഴ്ച വരുവാൻ തന്നെ കഴിയാത്തത്. ഒരു മഴക്കോള് കണ്ടാൽ മതി, ഒരു ചെറിയ വിഷയമുണ്ടായാൽ മതി, ഒന്ന് ഡൗൺ ആയി പോയാൽ മതി മാനസികമായിട്ട്, ഇന്ന് ആരാധനയ്ക്ക് പോകാൻ, ഇന്ന് വൈകിട്ട് വരും. അന്ന് വരാത്ത കുടുംബത്തിൻ്റെയൊക്കെ മെസ്സേജ് വൈകിട്ട് വരും, പാസ്റ്ററേ ഇന്ന കാരണം, ചിലപ്പോൾ ഓൾറെഡി വന്ന് കാണും, ഞാൻ നോക്കിയില്ല, ഇന്ന കാരണത്താൽ ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു, വണ്ടി അങ്ങനെ അല്ലേത്. കൊച്ചു എൻ്റെ കാരണം ഒരുക്കത്തോടുകൂടി നേരത്തെ പ്രാർത്ഥിച്ചിരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ പ്രൈസ് ലോർഡ് ആരാധനയ്ക്കുള്ള ഒരു സന്തോഷമുള്ളൂ. ദൈവമക്കൾ, ഇനിയുള്ള കാലത്ത് വില കൊടുത്താണ് ആരാധനയ്ക്ക് വേണ്ടത്. വില കൊടുക്കാതെ ആരാധനയ്ക്ക് വരുവാൻ കഴിയത്തില്ല. വില കൊടുക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കാനും കഴിയത്തില്ല ഒരു നല്ല വിശ്വാസിയായിട്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ട്രംപ് വെല്ലുവിളിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ ഷൂട്ടിന് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഇന്ന് വെല്ലുവിളിച്ചിട്ടിരിക്കുക അത് രാവിലെ. അപ്പം അതവരെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ച ഈ ഒരു ആഴ്ചത്തെ വിലാപ യാത്ര വിലാപം ഇറാനിൽ കഴിഞ്ഞ ഉടനെ അവർ പകരം വീട്ടെന്ന് പറഞ്ഞിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിം പറയുന്ന പോലെ ചുമന്ന ബട്ടണിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഫെയറിലോട്ട് പ്രസ് ചെയ്യുവാൻ റെഡിയായിട്ട് അതിൻ്റെ ടാർഗറ്റ് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ ടാർഗറ്റ് ഫോക്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പ്രസിഡൻറ്റിൻ്റെയോ പ്രൈം മിനിസ്റ്ററിൻ്റെയോ ഓരോ രാജ്യത്തിൻ്റെ ഓരോ നിയമമാണല്ലോ, അല്ലെ കമാൻഡർ ഇൻ ചീഫിൻ്റെ ഒക്കെ ഒരൊറ്റ കമാൻഡ് മതി, ആ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ വാർഫെയർ തുടങ്ങും. അതിൻ്റെ മുമ്പ് ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം ഇനി ഒത്തിരി പെട്ടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല ദൈവമക്കളെ, ഒത്തിരി അടക്കങ്ങളൊന്നും നടത്തേണ്ട ആവശ്യം വരത്തില്ല. അതിന് മുമ്പേ എൻ്റെ യേശു വരും, ജീവനോടുകൂടി തന്നെ നമുക്ക് കർത്താവിന് ചേരുവാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര വിശുദ്ധിയോടുകൂടി, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഭയത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ശുശ്രൂഷ ചെയ്ത് 40 വർഷം ട്രെയിനിങ്ങും 40 വർഷം ശുശ്രൂഷ ചെയ്ത മോശ കനാനിൽ ദൂരെ നിന്ന് കണ്ടോ നീ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞു. എത്ര അഭിഷക്തന്മാർ പഴയ നിയമ കാലഘട്ടത്തിൽ, എത്ര പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായ യൂദാസ് പോലും യേശുവിൻ്റെ കൂടെ ചേർന്ന് ഒന്നിച്ച് കഴിച്ച് ഒന്നിച്ച് കിടന്ന് ഒരു സുവിശേഷ ടീമായിട്ട് 3.5 വർഷം ഇത്രയും നടന്ന യേശുവിൽ നിന്ന് കേട്ട് യേശുവിന് വേണ്ടി ചെയ്ത് ആ സുവിശേഷ ടീമിന് വേണ്ടി മറ്റുള്ളവർക്കൊക്കെ കഴിയാത്ത ഒരു ശുശ്രൂഷയാണല്ലോ പണം കൈകാര്യം ചെയ്യുവാനും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആ ടീമിനെ നടത്തുവാൻ, അതിൻ്റെ ചിലവുകളൊക്കെ നടത്തുവാൻ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചതാണ്. വിശ്വസ്തനൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാശയോഗ്യനായിപ്പോയി, താനും പ്രവേശിക്കത്തില്ല. ശലോമോൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ബിലവഡ് ജദീദ ആയ ശലോമോൻ പ്രവേശിക്കത്തില്ല അല്ലേ. എത്ര നമ്മളെക്കാൾ മുമ്പ് ഇറങ്ങി എത്ര ഭക്തന്മാർ, എത്ര ശക്തരായ ദൈവദാസന്മാർ മാറിപ്പോയി. ഈ പോർക്കളത്തിൽ കൃപയോടുകൂടി നിൽക്കുവാൻ കർത്താവ് പറയുന്നില്ലേ, സ്തോത്രം, ആ വാതിൽ അടച്ചു കഴിഞ്ഞ് എത്ര പേര് ആ വാതിക്കൽ മുട്ടി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, വീര്യപ്രവൃത്തി ചെയ്തു. അപ്പോസ്തലന്മാർ, ശക്തരായ ദൈവദാസന്മാർ, യേശു പറയുവാ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടുപോ. അപ്പോഴാണ് സാധുക്കളായ നമ്മൾ, ഇളയവരായ നമ്മൾ അക്കരക്ക് പ്രവേശിക്കേണ്ടത്, കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ടത്. അതുകൊണ്ട് ഇതൊരു വലിയ ചലഞ്ചാണ്. വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് കൃപയും കൃപാവരങ്ങളും ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആ വാക്യങ്ങളൊക്കെ സമയച്ചുകൊണ്ട് വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ ആത്മീയ കൃപകൾ പ്രാപിക്കണം, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. 1 കൊരിന്ത്യർ 12 അധ്യായത്തിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അവിടെ കൃപാവരങ്ങൾ, ശ്രേഷ്ഠമേറിയ കൃപാവരങ്ങൾക്ക് വേണ്ടി ഡിസയർ ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ്, വാഞ്ചിപ്പീൻ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എത്ര പേര് അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് മറ്റുള്ളവരെയൊക്കെ കർത്താവിലേക്ക് ആകർഷിക്കണമെങ്കിൽ, അവരെ വിവേചിച്ച് അവരോട് സംസാരിക്കണമെങ്കിൽ ഈ ഒരു AI യുഗമാണ്. ഈ ഒരു യുഗം ഏതാ? വണ്ടർഫുള്ളായിട്ട് ജെമിനി ആണെങ്കിലും ChatGPT ആണെങ്കിലും ഫോണിൽ കൂടി തന്നെ കമ്പ്യൂട്ടറിലൊക്കെ ഔട്ട്പുട്ട്സ് തരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വണ്ടർഫുൾ ഔട്ട്പുട്ട്സ് കണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ പണ്ട് തൊട്ട് 10-30 വർഷമായിട്ട് ഫോട്ടോഷോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. മണിക്കൂറുകളിരുന്ന് മെനക്കെട്ട ഔട്ട്പുട്ടൊക്കെ 15 സെക്കൻഡ് 10 സെക്കൻഡിൻ്റെ അകത്ത് ChatGPT ഒക്കെ തരുന്നത്, അത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മനോഹരം, നമ്മൾ ചിന്തിക്കാത്ത ആർട്ട് വർക്കൊക്കെ, നല്ല ഗ്രാഫിക്സും നല്ല കളറിങ്ങും ഒക്കെ ആയിട്ട് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 എണ്ണം കൊടുത്തു തരും. അതൊക്കെ എന്ത് വണ്ടർഫുള്ളാണ്.
ഇതൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടർഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് കണ്ണുകൾ ഇതിരിക്കുന്ന ആൾക്കാരുടെ മധ്യത്തിൽ നമ്മൾ ഈ ക്രൂശിൻ്റെ വചനവും ക്രൂശിനെയും ഒക്കെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ മെസ്സേജ് അതല്ലേ? ദ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ എന്തുവാ? മെസ്സേജ് ഓഫ് ദ ക്രോസാ ഇല്ലേ? അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനം ഒന്ന് പറയണമെങ്കിൽ എത്ര മനോഹരമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യണം ഇല്ലേ? ഞാൻ പറയല്ലേ, ഇത് ബുദ്ധിയുള്ളൊരു കാലഘട്ടമാണ്. ദൈവത്തിൽ വിശ്വാസം തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. വിശ്വാസികളുടെ മക്കൾ ഇവിടെ ആരാധനയ്ക്ക് പോകാതെ ഹോസ്റ്റലിൽ താമസിക്കുന്ന എത്ര വിശ്വാസി ദൈവദാസന്മാരുടെ മക്കളുണ്ടെന്നറിയാം. ആൺമക്കളും പെൺമക്കളും പലരെ അറിയാം. ഈ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. എന്നേക്കാൾ പഴയ വിശ്വാസികളാണ്. ആരാധനയ്ക്ക് പോകത്തില്ല. ഒന്നി കൂട്ടുകാരോട് കറങ്ങും, അല്ലെങ്കിൽ കൂട്ടുകാരോട് കറങ്ങും, അല്ലെങ്കിൽ ഈ പലപ്പോഴും എന്നെ കാണുമ്പോൾ ഞാൻ പിന്നെയും കാണും, പക്ഷേ എവിടെ പോയതാ? ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പ്രോഗ്രാം, ഞായറാഴ്ച രാവിലെയൊക്കെ പോവാം. എന്നെ കാണാതെ അപ്പുറത്തോട് കറങ്ങുന്നവരുണ്ട്. കണ്ട് ഇപ്പോൾ പലപ്പോഴും ആയതുകൊണ്ട് ഒരു നാണം ഇല്ലാതെ അങ്ങ് പോകുന്നവരുണ്ട്. ആരാധനയൊന്നും കൂടാതെ വെറുതെ അവിടെ ഇരിക്കുന്നവരുണ്ട്. ചിലർ കിടന്ന് ഉറങ്ങും ഞായറാഴ്ച. എന്നിട്ട് നമ്മുടെ ആരാധനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരെ കാണാം. അവരൊക്കെ ചോദിച്ചപ്പോൾ ഓരോരുത്തരത്തെ ചർച്ചകോട് IPC AG ഇങ്ങനെ ഓരോ പഴയ എല്ലാ ഇൻഡിപെൻഡൻ്റ് ഒക്കെ പഴയ സഭകളിൽ ജനിച്ചപ്പോഴേ വിശ്വാസികളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് സംസാരിച്ചു. ജനിച്ചപ്പോഴേ വിശ്വാസികളാണ്. ഒരാരാധനയ്ക്ക് അവരുടെ പേരൻസിൻ്റെ വിചാരം ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പോയില്ല അവിടെ പോയി കാണും, അവിടെ പോയില്ല ആ ഓഡിറ്റോറിയത്തിൽ പോയി കാണും, അല്ലെ ഈ ഓഡിറ്റോറിയത്തിൽ പോയി കാണും. എല്ലാ ഓഡിറ്റോറിയത്തിലും എല്ലാ YMCA യിലും ഇവിടെ ആരാധനയുണ്ടല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പോയി കാണുന്ന പേരൻസും ചിന്തിക്കുന്നു, ഇവർ കള്ളത്തരവും പറയുന്നു. ദൈവത്തെയും കളിപ്പിച്ച് അപ്പനെയും അമ്മയും കളിപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസി മക്കളുണ്ട്. നമ്മുടെ മക്കളൊന്നും അങ്ങനായി തീരാതിരിപ്പാൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയല്ലേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. നമ്മൾ ദൈവത്തെ ഭയമില്ലെങ്കിലും സാത്താനെ പേടിയുണ്ട്. ഈ ഭീരുത്വം എന്ന് പറയുമ്പോൾ ആരെ പേടിച്ചിട്ടാ? സാത്താനെ പേടിയുണ്ട്, ലോകമനുഷ്യരെ പേടിയുണ്ട്, കൂടോത്ര ശക്തി പേടിയുണ്ട്. മണി എന്ന് പറഞ്ഞാൽ പൂജയുടെ മണി അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ദൈവമക്കൾ കിടന്ന് ഉരുകും. സ്വത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വീട്ടിൽ ഇരുന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ പിശാചിനെ പേടിച്ചാണ് ജീവിക്കുന്നത്. ആരോ എൻ്റെ എതിരെ കൂടോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നോട് ചോദിച്ചു, പക്ഷേ ആരൊക്കെയോ ദോഷം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ വീട് വിട്ട് മാറുക. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളിനി എറണാകുളത്തല്ല ആഫ്രിക്കയിൽ പോയി താമസിച്ചാലും ചൈനയിൽ പോയി താമസിച്ചാലും ഈ ലോകം മുഴുവനും സാത്താൻ്റെ അധീനതയിലായതുകൊണ്ടും യേശു തന്നെ പറഞ്ഞു ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാനും അവനിലുള്ളതൊന്നും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരും പറഞ്ഞു ലോകത്തിൻ്റെ പ്രഭു, ലോകത്തിനെ ഭരിക്കുന്നവൻ, ലോകത്തിൽ വാഴുന്നവൻ. എത്ര സ്ഥലത്താണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആദാമിൻ്റെയും ഹൗവയുടെയും കൈ കിട്ടിയ കൺട്രോൾ അവർ പാപം ചെയ്തപ്പോൾ സാത്താൻ്റെ കയ്യിലാണിപ്പം. ഇനി യേശു വരും, യുദ്ധം ചെയ്ത് വേണം അവൻ്റെ എന്നത് വാങ്ങിക്കാൻ. യേശുവും നമ്മൾ വിശുദ്ധന്മാരും 10,000 ദൂതന്മാർ. അതുകൊണ്ട് സ്തോത്രം, എവിടെ ചെന്ന് താമസിച്ചാലും അത് സാത്താൻ്റെ അധീനതയിലായതുകൊണ്ട് അവിടെ ഒരു അന്യാരാധനകളൊക്കെ ചുറ്റിനും കാണും, അവിടെ എല്ലാം കാണും. അവിടെ അങ്ങനെ ഒരു വീട്ടിൽ ദൈവമക്കൾ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ഭൂതം പോകും. ആത്മാവിലുള്ള ആരാധന ഉയരുമ്പോൾ ആദ്യം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ ആത്മാവിലുള്ള ആരാധനയിൽ നമ്മൾ അതിനെ ജയിക്കും. ഇല്ലേ? കൂടോത്രം ഫലിക്കത്തില്ല. ആ വിചാരോ മന്ത്രവാദോ ചീറ്റിപ്പോവും, അതൊന്നും ഫലിക്കത്തില്ല. പുതിയ നിയമ ഇസ്രായേലിനും ഫലിക്കത്തില്ല. കാര്യം ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. എൻ്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെ എന്തിൻ്റെ ആത്മാവിനെ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് മാതൃകയോടുകൂടി നിൽക്കുമ്പോൾ തിമോത്തിയോസേ നീയും അങ്ങനെ ആകണം. പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി തീരുവാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ സമയമില്ല, കർത്താവിൻ്റെ വരവടുത്തു. അല്ലെങ്കിൽ ഒത്തിരി പേര് ഈ പട്ടണത്തിൽ വളരെ ഭാരപ്പെടുന്നുണ്ട്. അവർ പോകുന്ന കൂട്ടായ്മയിൽ ജീവൻ പ്രാപിക്കുവാൻ കഴിയാത്തതുകൊണ്ടോ, എങ്ങും കൂട്ടായ്മയ്ക്ക് പോകുവാൻ കഴിയാത്തതുകൊണ്ടോ, ആത്മീയ ക്ഷീണം കൊണ്ടോ, പല സാഹചര്യങ്ങൾ കൊണ്ട് പ്രായമുള്ളവർ ഒത്തിരി പേര് ആരാധനയ്ക്ക് പോകുവാൻ, നമ്മുടെ തന്നെ മധ്യത്തിൽ ഒത്തിരി പ്രായമുള്ളവരുണ്ടല്ലോ, ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നത്. അവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരിക ക്ഷീണമുള്ളവരുണ്ട്, രോഗത്തിലായിരിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും. ഇതൊരു വലിയ മർമ്മമാണ്. നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുന്നു.